നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കളം മാറ്റി കളിക്കുന്നു, അതല്ലെങ്കിൽ കളി മാറ്റി കളിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. അദ്ദേഹം തെരഞ്ഞെടുപ്പ് വേളയിലും അതുമല്ലെങ്കിൽ 2016 എലക്ഷൻസ് കാലഘട്ടം മുതൽ പൂട്ടിനുമായിട്ട് ഒരു നല്ല ബന്ധം കാത്തുസൂക്ഷിക്കുകയും തിരിച്ചും പൂട്ടിനും ഇങ്ങോട്ട് ട്രംപ് ജയിക്കണമെന്നുള്ളൊരാഗ്രഹവും വ്യക്തിബന്ധം വെച്ച് പുലർത്തിയിരുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുക. എന്നാൽ ഇപ്പോൾ അദ്ദേഹം അധികാരം ഏറ്റെടുക്കാൻ പോകുന്ന ജനുവരി 20 കാലഘട്ടത്തില് നമുക്ക് കാണാൻ സാധിക്കുക, ഈ യുക്രൈൻ യുദ്ധം അധികാരത്തിലേറി 24 മണിക്കൂറിനകം അവസാനിപ്പിക്കും, പുടിനുമായിട്ട് ആ യുദ്ധം ഇല്ലാതാക്കും എന്നാണ് എല്ലാവരും നനച്ചിരുന്നത്. അതാണ് ട്രംപ് വാഗ്ദാനം നൽകിയിരുന്നത്. എന്നാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ട്രംപ് വാക്കുമാറ്റിയിരിക്കുന്നു. അദ്ദേഹം പറയുന്നു, അദ്ദേഹത്തിന്റെ പീസ് പ്ലാൻ എന്ന് പറയുന്നത് നാറ്റോ, അത് എലോൺ മസ്കും കൂടി ഉൾപ്പെട്ട് സെലൻസ്കി, പുടിൻ എല്ലാവരുമായിട്ട് ഉൾപ്പെട്ട് ഇതിനെപ്പറ്റി ചർച്ചകൾ മുന്നും പുറത്തു വന്നിരുന്നുവെങ്കിലും നാറ്റോ സഖ്യം നാറ്റോയിലേക്ക് യുക്രൈന് കടക്കാനായിട്ട് 20 കൊല്ലം കാത്തു നിൽക്കുക ഇദ്ദേഹത്തിന്റെ പീസ് പ്ലാൻ ആണ്, സമാധാനത്തിലേക്കുള്ള വഴി. 20 കൊല്ലം കാത്തു നിൽക്കുക. ഒപ്പം തന്നെ ഈ അവസരത്തിൽ യൂറോപ്യൻ യൂണിയൻ സേന, അതായത് ജർമ്മനി, ഫ്രാൻസ് പോലെയുള്ള സേന, നാറ്റോയുടെ മറ്റു അംഗങ്ങളുടെ സേനയെ യുക്രൈനിൽ സ്ഥാപിക്കുക. അതുവഴി റഷ്യ അതിനെ പിടിച്ചടക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഇല്ലാതാക്കുകയാണ് ട്രംപിന്റെ ലക്ഷ്യം. പക്ഷെ ഒരു പ്രസിഡന്റ് എന്ന നിലയിൽ അമേരിക്കൻ പ്രസിഡന്റ്, അദ്ദേഹത്തിന്റെ കാലാവധി 4 വർഷം, അതല്ലെങ്കിൽ വീണ്ടും ജയിച്ചു കഴിഞ്ഞാൽ 8 വർഷം, ഇതിലും മേലെ കൂടുതലായിട്ട് ഒരു പ്രസിഡന്റ് ഇരിക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ടത് അമേരിക്കയുടെ ഫോറിൻ പോളിസി, അതല്ലെങ്കിൽ മറ്റ് അമേരിക്കയുടെ സുരക്ഷയുമായിട്ടുള്ള ഫൈനാൻസും സുരക്ഷയുമായിട്ടുള്ള പോളിസികളൊക്കെ തീരുമാനിക്കുന്നത് ഇതിന്റെ പിന്നാമ്പുറങ്ങളിൽ നിൽക്കുന്ന വ്യക്തികളാണ്. മിലിറ്ററി ജനറൽമാര്, പോളിസി മേക്കേഴ്സ്, ഡിപ്ലോമാറ്റ്സ്, ഇവരൊക്കെ കൂടിയാണ് അമേരിക്കൻ ഫോറിൻ പോളിസി ഡിസൈൻ ചെയ്യുന്നത്. അപ്പൊ ട്രംപിന്റെ ഒരാളുടെ ഒരു ആഗ്രഹം പുടിനുമായിട്ട് ഒരു നയപരമായിട്ടുള്ള നീക്കം നടത്തിയാലും ഇങ്ങനെയൊരു തീരുമാനം എടുക്കാനായിട്ട് ട്രംപിന് സാധിക്കുമെന്ന് തോന്നുന്നില്ല. പുടിൻ ഒരു പക്ഷേ ട്രംപിന്റെ മേലെ വലിയൊരു സ്വാധീനം ഉണ്ടായിരിക്കും. കാരണം 80കളിൽ തൊട്ട് ഞാൻ മുൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ താജ്മഹൽ എന്ന ഒരു കാസിനോ അറ്റ്ലാന്റിക് സിറ്റിയിൽ, ന്യൂജേഴ്സിയിലെ അറ്റ്ലാന്റിക് സിറ്റിയിൽ നടത്തിയിരുന്ന കാലഘട്ടം മുതൽ ട്രംപും റഷ്യൻ ഏജൻസുമായിട്ട് ബന്ധമുണ്ടായിരുന്നു എന്ന് വരെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ട്രംപിന്റെ ഒരു തീരുമാനത്തിൽ പുടിനുമായിട്ട് ഒരു സമാധാനത്തിലേക്ക് പോകാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യം, കാരണം പുടിന്റെ സ്വപ്നം അതല്ലെങ്കിൽ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുക്രൈനും മുൻ സോവിയറ്റ് യൂണിയനെ വീണ്ടും തിരിച്ചു കൊണ്ടുവന്ന് ശക്തിയുള്ള ഒരു ഇത് ഉണ്ടാക്കുക, അതിനുവേണ്ടി ഡൊണാൾഡ് ട്രംപിനെ ഉപയോഗിക്കുക എന്നുള്ളതാണ് പുടിന്റെ ആവശ്യം. എന്നാൽ പുടിൻ ഇന്ന് ട്രംപ് മുന്നോട്ട് വെച്ചിരിക്കുന്ന പീസ് ഡീൽ എന്ന് പറഞ്ഞാൽ നാറ്റോ സഖ്യത്തിലേക്ക് യുക്രൈനെ എടുക്കാനായിട്ട് ഒരു 20 വർഷത്തിന് ശേഷം, അതോടൊപ്പം യൂറോപ്യൻ യൂണിയന്റെ, കാരണം ജോ ബൈഡൻ ആണ് ഈ യുദ്ധം തുടങ്ങിയത്. കാരണം ജോ ബൈഡൻ യുക്രൈനിൽ വലിയൊരു പ്രതിരോധത്തിന് വേണ്ടിയിട്ട് ആയുധങ്ങൾ കൊടുത്തു. അപ്പം ക്രീമിയ മുൻകാലങ്ങളിൽ തന്നെ 2014, ഒരു 10-15 വർഷം മുമ്പ്, 12 വർഷം മുമ്പ് തന്നെ ക്രീമിയ എന്ന സ്ഥലം പിടിച്ചെടുത്തിരുന്നു യുക്രൈൻ. റഷ്യൻ പുടിൻ പിടിച്ചിരുന്ന ഒരു സ്ഥലമാണ്. എന്നാൽ മൊത്തമായിട്ടും ഡൊണറ്റ്സ്കും അതുമായിട്ട് ഉള്ള തെക്ക് കിഴക്ക് പ്രദേശങ്ങൾ, യുക്രൈന്റെ തെക്ക് കിഴക്ക് പ്രദേശങ്ങളെല്ലാം കൈവശപ്പെടുത്തുകയാണ് പുടിന്റെ ലക്ഷ്യം. അതുവഴി ഒരു പീസ് ഡീൽ ഉണ്ടാക്കുക എന്നതായിരുന്നു പുടിന്റെ ഡീല്. എന്നാൽ ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് മലക്കം മറിഞ്ഞതോടുകൂടി ലോകം ഒരു യുദ്ധത്തിലേക്ക് പോകുമോ? അതും പ്രബല ശക്തികളായ അമേരിക്കയും നാറ്റോ സഖ്യവും റഷ്യയും തമ്മിൽ ഏറ്റുമുട്ടുമോ? അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ ചൈനയുടെ നിലപാട് എന്തായിരിക്കും, ഇന്ത്യയുടെ നിലപാട് എന്തായിരിക്കും എന്നൊക്കെ വളരെയധികം അശാന്തിയിലേക്ക് ലോകം നീങ്ങുമോ എന്നാണ് നമുക്ക് നോക്കി കാണേണ്ടത്. കാരണം ഇത്ര നാൾ നമുക്ക് വിചാരിച്ചത് ഡൊണാൾഡ് ട്രംപ് വന്നാൽ യുദ്ധങ്ങൾ അവസാനിക്കും, കാര്യങ്ങൾ സമാധാനത്തിലേക്ക് നീങ്ങുമെന്നാണ്. എന്നാൽ ഈ കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപിന്റെ പീസ് ഡീലുമായിട്ട് ഞങ്ങൾക്ക് യോജിച്ചു പോകാൻ പറ്റില്ല എന്ന് സെർജി ലാവറോവ് എന്ന റഷ്യയുടെ വിദേശകാര്യമന്ത്രി
പ്രസ്താവിച്ചിരിക്കുകയാണ്. അത് എത്രമാത്രം അപകടകരമായ സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകുക, യുദ്ധത്തിലേക്ക് നീങ്ങുമോ, നാറ്റോ ഇതിൽ ഇടപെടുമോ? ഇപ്പോൾ ജോ ബൈഡൻ ഇറങ്ങി പോകുന്നതിന് മുമ്പ് യുക്രൈന് ദീർഘദൂര മിസൈലുകൾ കൊടുത്തിരിക്കുന്നു. ഈ ദീർഘദൂര മിസൈലുകൾ പ്രവർത്തിപ്പിക്കണമെങ്കിൽ നാറ്റോ അംഗമായ ഏതെങ്കിലും രാജ്യത്തിൽ നിന്നുള്ള വ്യക്തികൾക്ക് ഇതിന്റെ കോഡുകൾ ഇട്ട് ഈ ഒരു മിസൈൽ വിക്ഷേപിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ പുടിൻ തന്നെ വാണിംഗ് കൊടുത്തിരിക്കുകയാണ്. ഒരു ദീർഘദൂര മിസൈൽ റഷ്യയിലേക്ക് കടക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അവിടെ വലിയൊരു പ്രത്യാഘാതം പുടിൻ തിരിച്ചടിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഏതാനും ദിവസങ്ങൾ, ഒരു 20 ദിവസത്തിനുള്ളിൽ തന്നെ ട്രംപ് അധികാരത്തിൽ വരും. ട്രംപിന്റെ കയ്യിൽ നിൽക്കാതെ വന്നാല് ലോകം യുദ്ധത്തിന് തയ്യാറായി നിൽക്കണം എന്ന് തന്നെയാണ് നമുക്ക് അനുമാനിക്കാൻ സാധിക്കുക.